നമ്മുടെ വീട്ടിൽ കുറച്ച് ആൾക്കാർ വന്നിട്ടായിരുന്നു കേട്ടോ. വേറെ ആരുമില്ല, വിനുമായി സുനിമ ജോലിമ കുമാരി ഒലിമയ്ക്ക് ആയിരുന്നു. അപ്പോൾ ഗർഭിണീനെ കാണാൻ വേണ്ടി വന്നതാണ്. അവർ പറയാണ്ട് അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ വന്നത്. വന്നപ്പോൾ കുറേ പലഹാരമൊക്കെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ ചേച്ചിയും തിരിച്ച് വീട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒതുക്കലും പറക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അതേ അവിടെ നിന്ന് വരുന്നുണ്ട് ദേവചേട്ടൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഇവരിവിടെ പുറത്തിറങ്ങി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ആങ്ങളെ പെങ്ങളും കൂടിയിട്ട് ബൈക്ക് ഓടിക്കലും ഒക്കെയാണ്. പാവം നിച്ചുവിനെ അവിടെ പോസ്റ്റേക്ക് നിർത്തിയിട്ട് കുട്ടിയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എനിക്ക് നിൽക്കണതിൻ്റെ ഉറക്കച്ചടവിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കുന്നുണ്ട് ഒക്കെ ചെയ്യാണ്. അപ്പോൾ അതേ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ദീപചേട്ടനും ഉണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ എല്ലാവരും ഇതേ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ബാഗുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് അവരിതേ വണ്ടിയിൽ കയറിയിരിക്കാനുണ്ട്. നിച്ചുവാണ് വണ്ടി ഓടിച്ച് പോകണത്. അപ്പോൾ നിച്ചു ഇതേ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അവസാനം പിന്നെ അതിനെ ബാക്കിലേക്കൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ പറ്റിക്കാനായിട്ട് അങ്ങോട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ വണ്ടി ഓടിപ്പിച്ച് നോക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അവരിതേ പോവാണ്, ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ പൂയത്തിനായിരിക്കും കാവടിക്കായിരിക്കും ഇനി ചേച്ചിയൊക്കെ വരുന്നുണ്ടാവുക കേട്ടോ. എന്നാലും അപ്പോഴാണ് വന്നിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഇനി കുറേ ദിവസത്തിന് ശേഷം, ഒരു മാസത്തിന് ശേഷമൊക്കെ ഇനി അവർ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നാലെ ജോലിയും അവരൊക്കെ വന്നിട്ട് തിരിച്ച് പോകാനായിട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ അന്തിച്ചൊക്കെ ഉണ്ടായതിനൊക്കെയാണ് നോക്കി നിൽക്കണത്. കഴിഞ്ഞ് അവർ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഞാനും അതും കൂടിയിട്ട് ശങ്കരൻകുളങ്ങര വേലയായിരുന്നു അന്ന് വൈകുന്നേരം. അപ്പോൾ ഞാനും അതും കൂടി കാണാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പൂരായിരുന്നു കേട്ടോ നടക്കുന്നുണ്ടായിരുന്നേ. വെടിക്കെട്ട് തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും വിഷ്ണുവും വിശാഖും മധുലും അജയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഗ്യാങ് അടിച്ച് എല്ലാവരും കൂടി നിന്നിട്ടാണ് ബാക്കി പൂരങ്ങളൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ പൂരം കഴിഞ്ഞിട്ട് പിന്നെ തിറകളിയും അതേപോലെ തന്നെ അടുത്ത സെറ്റുകൾ ഓരോ സെറ്റുകളായിട്ട് ഇങ്ങനെ മാറി മാറി വരികയാണ്. ഇന്ന ഒരു സെറ്റിന് ഇത്ര സമയം, അങ്ങനെ 8:30 വരെയായിരുന്നു കേട്ടോ പരിപാടികളുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.